ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1973 റിലീസായ ചിത്രമാണ് ആൽവിൻ പർപ്പിൾ. ഈ സിനിമയുടെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പൂർണ്ണമായും ഒരു കോമഡി ചിത്രമാണെങ്കിലും 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഈ സിനിമ കാണാനായി പ്രത്യേകം പറയുന്നു. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൽവിൻ എന്ന കഥയിലെ ഹീറോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കളികളുടെയും അതുമൂലമുണ്ടാകുന്ന അനുഭവങ്ങളുടെയും ഒക്കെ കഥയാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഹീറോ ആളൊരു പഞ്ചാര കുഞ്ചുവായിരുന്നു. ബസ്സിലെ ഒരു പെണ്ണിനെ വിടാതെ ഹീറോ ഒലിപ്പിക്കാനും സീൻ പിടിക്കാനും തുടങ്ങി. ആ സമയം ഒരു പെണ്ണ് ഹീറോയുടെ മുന്നിലായി വന്നു നിന്നു. ഹീറോ അവളുടെ ഡ്രസ്സ് അഴിച്ചു മാറ്റുന്നതായി സ്വപ്നവും കണ്ട് താൻ ഒരു വികാരജീവിയാണെന്ന് പരിചയപ്പെടുത്തുന്നു. ശേഷം സീറ്റിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ചെന്ന് ഹീറോ അവളുടെ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അത് കേൾക്കുന്ന ആ ചേച്ചി ഹീറോയുടെ കമന്റിന് നല്ലൊരു ചിരി പാസാക്കുകയും അവർ തമ്മിൽ പിന്നീട് കമ്പനിയാകുകയും ചെയ്യുന്നതായി ഹീറോ സ്വപ്നം കാണുന്നു. എന്നാൽ പിന്നെ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഹീറോ അവളുടെ അടുത്തേക്ക് പോയി. സ്വപ്നത്തിൽ അവളോട് പറഞ്ഞ കമന്റ് മുഖത്ത് നോക്കി പറയുന്നു. അത് കേട്ടതോടെ ഹീറോയുടെ കരണക്കുറ്റി അടിച്ചു പോയിച്ച് അവൾ എഴുന്നേറ്റ് പോകുന്നു. കിട്ടിയ അടിയും വാങ്ങി ഇനിയും ഇരുന്ന് സ്വപ്നം കാണാൻ നിൽക്കാതെ ഹീറോ ആ ബസ് വിട്ടുപിടിക്കുന്നു. ശേഷം ഹീറോ വീട്ടിലേക്ക് പോയി. എങ്ങനെയെങ്കിലും ഒരു കളി സെറ്റാക്കി എടുക്കാനായി കുറെ നാളായി നമ്മുടെ ഹീറോ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും നടക്കുന്നുമില്ല. തുടർന്ന് ഹീറോയുടെ വീട്ടിലേക്ക് അടുത്ത വീട്ടിലെ ചേച്ചി ചായ കുടിക്കാൻ വീട്ടിൽ പഞ്ചസാര തീർന്നതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചോദിച്ച് പഞ്ചാര കുഞ്ചുവായ ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. ഡോറിൽ വന്ന് മുട്ടിയ അവളെ ആദ്യം കണ്ടതും ഹീറോയ്ക്ക് അവൾ ഡ്രസ്സൊന്നും ഇല്ലാതെ തന്റെ മുന്നിലായി വന്ന് നിൽക്കുന്നതായി തോന്നുന്നു. എന്നാൽ അത് തന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് മനസ്സിലാക്കി ഹീറോ അവളെ അകത്തേക്ക് വിളിച്ചു. അങ്ങനെ പഞ്ചാര വാങ്ങലും കൊടുക്കലും അവർക്കിടയിൽ ഒരു പതിവായി മാറുന്നു. തുടർന്ന് ഒരു ദിവസം അവർ കളിക്കാനുള്ള ലക്ഷണങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടി. അന്നത്തെ ദിവസം അവർക്കിടയിൽ പരിപാടികൾക്ക് തുടക്കമിടുന്നു. തുടർന്ന് കാണിക്കുന്നത് ഹീറോയുടെ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സ്കൂളിലെ പെൺകുട്ടികളുടെ എല്ലാം പ്രിയതോയനായിരുന്നു ഹീറോ. ക്ലാസ്സിലെ കൂട്ടുകാരികളെല്ലാം ഹീറോയുടെ പുറകെയായിരുന്നു. മാത്രമല്ല ഹീറോയ്ക്കൊപ്പം പോകാനായി പെൺകുട്ടികൾ തമ്മിൽ പൊരിഞ്ഞ അടിയും നടക്കാറുണ്ട്. ഹീറോയ്ക്ക് മാത്രം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കൂട്ടുകാരെ. അങ്ങനെ ഹീറോയുടെ സാറ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. തുടർന്ന് ഹീറോയെ വിളിപ്പിച്ച് അവനോട് എന്താ ഏതാ എന്നൊക്കെ തിരക്കി ശേഷം അന്നത്തെ ദിവസം പെൺകുട്ടികളെ വിടുന്നതിന് മുമ്പേ ഹീറോയെ ആദ്യം തന്നെ വീട്ടിലേക്ക് പോകാനായി സാർ പറയുന്നു. പെൺപിള്ളേർ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു പയ്യൻ എന്റെ ക്ലാസ്സിൽ ഉണ്ടെന്നും ആളൊരു കില്ലാടിയാണെന്നും ഹീറോയുടെ സാറ് അയാളുടെ വൈഫിനോട് പറയുന്നു. ഹീറോയെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ സാറിന്റെ ഭാര്യയ്ക്ക് അവനെ കാണാൻ ആഗ്രഹമായി. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന ഹീറോയെ സാറിന്റെ ഭാര്യ ലിഫ്റ്റ് വേണമെങ്കിൽ കാറിൽ കയറിക്കോ എന്ന് പറഞ്ഞ് ഹീറോയെ ക്ഷണിക്കുന്നു. സ്കൂൾ വിട്ട് തന്റെ പുറകെ വരുന്ന പെൺകുട്ടികളെ കണ്ടതോടെ ഹീറോ പേടിച്ച് അവർക്കൊപ്പം കാറിൽ കയറി രക്ഷപ്പെടുന്നു. ശേഷം സാറിന്റെ വീട്ടിലേക്ക് പോയി ഹീറോ അവരുമായി നല്ല കമ്പനിയാകുന്നു. സാറിന്റെ വൈഫ് ഹീറോയോട് പെൺകുട്ടികൾ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അതോടൊപ്പം ഹീറോയെ അവർ ഒന്ന് ട്യൂൺ ചെയ്യാനും ശ്രമിക്കുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അവർ തമ്മിൽ ഒരു കളിബന്ധവും സെറ്റാക്കുന്നു. ശേഷം സ്കൂൾ വിട്ടു വരുമ്പോഴെല്ലാം ഹീറോ അവിടേക്ക് പതിവായി പോകാൻ തുടങ്ങി. അങ്ങനെ അവർ ഓരോ ദിവസവും പരിപാടി നടത്താനും തുടങ്ങി. എന്നാൽ അധികം താമസിക്കാതെ തന്നെ അവരുടെ പരിപാടി ഹീറോയുടെ സാറ് കയ്യോടെ പൊക്കുന്നു. അതോടെ ഹീറോയുടെ കളികൾ അവിടെ അവസാനിച്ചു. തുടർന്ന് കാണിക്കുന്നത് സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് ഹീറോയുടെ 21ാം ജന്മദിനം ഫാമിലിയുമായി ആഘോഷിക്കുന്നതാണ്. ഇത്രയും നാൾ ഒരുപാട് ജോലിയൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കളിച്ചു നടന്നതുപോലെയല്ല. ഇനി നീ എന്റെ ഉപദേശമൊന്നും കണക്കിലെടുക്കാതെ സ്വന്തമായി ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജീവിക്കാൻ നോക്കൂ എന്ന് ഹീറോയുടെ അച്ഛൻ അവനോട് പറയുന്നു. അങ്ങനെ ഹീറോ ഒരു സെയിൽസ്മാന്റെ ജോലി കണ്ടെത്തുന്നു. വാട്ടർ ബെഡിന്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയ ഹീറോ അത് മാർക്കറ്റ് ചെയ്യാനായി ഒരു ചേച്ചിയുടെ വീട്ടിൽ തന്നെ ആദ്യം കയറുന്നു. ചേച്ചി വേറെ മൂഡിലായിരുന്നത് കൊണ്ട് ഹീറോയ്ക്ക് ഉടനെ തന്നെ പരിപാടി നടത്തേണ്ടി വരുന്നു. ഹീറോ കൊണ്ടുവന്ന വാട്ടർ ബെഡിൽ തന്നെ ചേച്ചി ഉദ്ഘാടനവും നടത്തുന്നു. തുടർന്ന് ആദ്യം തന്നെ നല്ല തുടക്കം കിട്ടിയത് കൊണ്ട് ബിസിനസ്സിൽ ഹീറോ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓഫീസിൽ ഒപ്പം ജോലി ചെയ്യുന്ന പെണ്ണുമായി ഹീറോ കമ്പനിയാകുന്നു. അവളുമായി ഹീറോ അവിടെ പതിവായി വെടിക്കെട്ടുകൾ നടത്താനും തുടങ്ങി. അങ്ങനെ ഹീറോയ്ക്ക് ജീവിതത്തിൽ കളി ഒഴിച്ചുകൂടാൻ പറ്റാതായി മാറുന്നു. ഇക്കാര്യങ്ങൾ ഹീറോ അവന്റെ ഗേൾഫ്രണ്ടുമായി സംസാരിക്കുന്നു. ശേഷം ഫ്രണ്ട് അവനോട് ഇത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കണ്ട് നിന്റെ പ്രശ്നങ്ങൾ പറയാനായി ഉപദേശിക്കുന്നു. ഹീറോ അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായി പോകുന്നു. ഒരു ലേഡി ഡോക്ടറിനെയാണ് ഹീറോ കാണാൻ പോകുന്നത്. ഡോക്ടർ ഹീറോയ്ക്ക് പരിശോധനകൾ നടത്തിയ ശേഷം ചില എക്സസൈസുകളും അതോടൊപ്പം ഇനി അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വയം കൺട്രോൾ ചെയ്യാനും ശ്രമിക്കാനായി ഉപദേശങ്ങൾ കൊടുക്കുന്നു.
പ്രധാനമായും വ്യായാമം മുടങ്ങാതെ ചെയ്യാനും ഡോക്ടർ ഹീറോയോട് പറയുന്നു. തുടർന്ന് ഹീറോയുടെ വീട്ടിലേക്ക് അടുത്ത വീട്ടിലെ ചേച്ചി പഞ്ചസാര വാങ്ങാനായി കയറി വരുന്നു. ശേഷം ഹീറോ സ്വയം കൺട്രോൾ ചെയ്തെങ്കിലും അവന് കഴിയുന്നില്ല. തുടർന്ന് ഹീറോ അവിടെ വെച്ച് വ്യായാമം ചെയ്ത് നോക്കുന്നു. എങ്കിലും അവസാനം അവളുടെ മുമ്പിൽ ഹീറോയ്ക്ക് കീഴടങ്ങേണ്ടി വരുന്നു. അടുത്ത ദിവസം ഹീറോ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടും തനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് ഹീറോ അവളോട് പറയുന്നു. തുടർന്ന് ദിവസങ്ങൾ നീണ്ട ചികിത്സയിൽ ഹീറോയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അതോടൊപ്പം ഡോക്ടറുമായി ഹീറോ കൂടുതൽ അടുക്കുന്നു. ഒരു ഡോക്ടർ പേഷ്യന്റ് ബന്ധത്തിനപ്പുറം അവർ തമ്മിൽ പ്രണയം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു രാത്രി ഹീറോ ഡോക്ടറിനെ കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഹീറോയ്ക്ക് അവളുമായി അടുക്കാനായി തോന്നുന്നു. ഡോക്ടറും ആ സമയം അവനുമായി ഒന്ന് ചേരാനായി ആഗ്രഹിക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് കിട്ടിയ ചികിത്സ ആ സമയം മുതൽ ഫലം കാണാൻ തുടങ്ങി. ഡോക്ടറുമായി ഒന്നിച്ച് കഴിയുന്നതിൽ സ്വയം കൺട്രോൾ ചെയ്യാനായി ഹീറോയ്ക്കപ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നു. തന്റെ അസുഖം ഭേദമായി തനിക്കിപ്പോൾ സ്വയം കളിയോടുള്ള ആ ചിന്തയെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് ഹീറോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. എന്നാൽ ആ സമയം ഒരു കളി പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടറിന് അത് നിരാശയായി. തുടർന്ന് അസുഖമൊക്കെ മാറിയ ഹീറോ സീനിയർ ഡോക്ടറിനെ കാണാനായി പോകുന്നു. എന്നാൽ ആ ഡോക്ടർ ആളൊരു കളിയോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ശേഷം ഹീറോ അയാൾക്കൊപ്പം കൂടി ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നു. കളിയെക്കുറിച്ച് സംശയം ചോദിച്ചു വരുന്നവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന മെയിൻ സ്പെഷ്യലിസ്റ്റായി ഹീറോ ആ ഡോക്ടറിന്റെ ഒപ്പം ചേരുന്നു. തുടർന്ന് അവിടെ വരുന്ന ചേച്ചിമാർക്കെല്ലാം ഹീറോ നല്ല സേവനമാണ് നൽകുന്നത്. അങ്ങനെ ഒരു ദിവസം ആ ലേഡി ഡോക്ടർ അവിടേക്ക് വരുന്നു. ഹീറോയുടെ പുതിയ സെറ്റപ്പ് ഒക്കെ കണ്ട് ഡോക്ടറിന്റെ കണ്ണ് തള്ളിപ്പോയി. ശേഷം അവർ അവിടെ ഒന്നിച്ചു കഴിയുന്നു. തുടർന്ന് ഒരുപാട് പേർ ഹീറോയെ കാണാനായി സ്ഥിരമായി അവിടെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പരിപാടി നടത്തി ഹീറോയ്ക്കാകെ വയ്യാതായി. തുടർന്ന് സീനിയർ ഡോക്ടറിന്റെ ഉപദേശപ്രകാരം ഹീറോ ഒന്ന് റിലാക്സ് ആവാനായി കുറച്ചു ദിവസത്തേക്ക് അവധിയെടുക്കുന്നു. അങ്ങനെയിരിക്കെ ഹീറോ നടത്തിവന്ന ആ വെടിശാല അധികാരികളുടെ വെട്ട് പൂട്ടിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിവന്നതിന് ഹീറോയ്ക്കെതിരെ കേസും എടുക്കുന്നു. ആ കേസ് അങ്ങനെ കോടതിയിലെത്തുന്നു. അവിടെ വെച്ച് ഹീറോയുടെ ലേഡി ഡോക്ടർ ഹീറോയ്ക്കെതിരായി സംസാരിക്കുകയും ഹീറോയുമായി തനിക്ക് യാതൊരു ബന്ധം ഇല്ല എന്നും തന്റെ ഒരു പേഷ്യന്റ് മാത്രം ആയിരുന്നു അയാളെന്നും പറയുന്നു. ആ സമയം ഹീറോയുടെ ഗേൾഫ്രണ്ട് മാത്രം അവന് സപ്പോർട്ടായി കൂടെ നിൽക്കുന്നു. ടിവിയിലും പത്രത്തിലുമെല്ലാം ഹീറോ നടത്തിവന്ന സ്ഥാപനത്തെക്കുറിച്ചും ഹീറോയെക്കുറിച്ചുമുള്ളത് വലിയ വാർത്തയായി വരാൻ തുടങ്ങി. തുടർന്ന് ഹീറോയുമായി അടുപ്പമുള്ളവരെല്ലാം പണ്ട് മുതൽക്കേയുള്ള അവന്റെ കളിയുടെ താല്പര്യങ്ങളെക്കുറിച്ച് ടിവി ഇന്റർവ്യൂയിലൂടെയൊക്കെ പറയുന്നത് ഹീറോ കാണാൻ തുടങ്ങി. തുടർന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ ഹീറോയുടെ ഗേൾഫ്രണ്ട് അവന്റെ ഒപ്പം നിൽക്കുന്നതിൽ ഹീറോ ഹാപ്പിയാകുന്നു. ശേഷം അവർ തമ്മിൽ പ്രണയം ആരംഭിക്കുന്നു. അടുത്ത സീനിൽ ഹീറോയ്ക്കെതിരായി തെളിവുകൾ ഉണ്ടാക്കി എതിർഭാഗത്തെ വക്കീൽ കേസ് വാദിക്കുന്നു. ഹീറോയുടെ ക്ലിനിക്കിൽ നിന്നും പല ദിവസങ്ങളിലായി നടന്ന കളികൾ നേരത്തെ തന്നെ ഹീറോ ക്യാമറയിൽ പകർത്തിയെടുത്തിരുന്നു. ആ വീഡിയോ എല്ലാം തെളിവുകളായി അവിടെ നിന്നും കണ്ടെത്തി കോടതിയിൽ കൊണ്ടുവരുന്നു. ആ കളികളൊക്കെ കണ്ട് എല്ലാവരും അന്തം വിട്ടിരിക്കുകയും ചെയ്യുന്നു. കാണാത്ത പരിപാടികൾ കണ്ട് അവിടെ എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോയി. തുടർന്ന് ഹീറോയ്ക്ക് ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞ് ലേഡി ഡോക്ടർ അവിടെ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും വൃത്തികെട്ടവനായ ഇയാളെ വെറുതെ വിടരുതെന്ന് അവൾ അപേക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ ഹീറോയ്ക്ക് അനുകൂലമായി സാക്ഷി പറയാൻ ഒത്തിരി പേർ അവിടെ എത്തിയതുകൊണ്ട് കേസിൽ നിന്ന് തൽക്കാലത്തേക്ക് ഹീറോ രക്ഷപ്പെടുന്നു. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. അയൽക്കാരും നാട്ടുകാരും കൂടി തിരികെ വീട്ടിലെത്തിയ ഹീറോയെ അവിടെ നിന്നും തല്ലി ഓടിക്കാനായി വരുന്നു. ഒടുവിൽ വേഷം മാറി രക്ഷപ്പെടാൻ ഹീറോ ശ്രമിക്കുന്നു. എന്നാൽ അവനെ പിന്തുടർന്നു വരുന്നവർ ഹീറോയെ വെറുതെ വിടുന്ന ലക്ഷണമൊന്നും ഇല്ലായിരുന്നു. ശേഷം കാറെടുത്ത് ഓടിച്ചുപോയ ഹീറോ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. അവിടെ കമാൻഡോ ഓഫീസറിന്റെ വേഷമണിഞ്ഞ് ഹീറോ ഫ്ലൈറ്റിലേക്ക് അവർക്കൊപ്പം ആൾമാറാട്ടം നടത്തി കയറുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയ ഹീറോ നാട്ടുകാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നു. തുടർന്ന് അവിടെ നിന്നൊക്കെ ഒരുവിധം രക്ഷപ്പെട്ട് ഹീറോ പിന്നെയും വേഷം മാറി തന്നെ ജീവിക്കാൻ തുടങ്ങി. എങ്കിലും ഹീറോയെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ഹീറോ ഓട്ടത്തോടെ ഓട്ടം തുടങ്ങി. അങ്ങനെ ഒരുപാട് നാളത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഹീറോ അവന്റെ ഫ്രണ്ട്സിനെ കാണുന്നു. അവരോട് തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഹീറോ ചോദിക്കുന്നു. എന്നാൽ അവളിപ്പോൾ ഒരു കന്യാസ്ത്രീയാണെന്നും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണെന്നും നീ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തു എന്നും ഹീറോയോട് അവർ പറയുന്നു. ശേഷം ഹീറോ അവളെ കാണാനായി അവിടേക്ക് പോകുന്നു. അവിടെ എത്തിയ ഹീറോ ഗേൾഫ്രണ്ടിനോട് സംസാരിച്ചു. എന്നാൽ എന്നെ ഇനി ഒന്നിനും നിർബന്ധിക്കരുതെന്നും ഞാൻ ഇനി ഇവിടെ സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഗേൾഫ്രണ്ട് അവനോട് പറയുന്നു. തുടർന്ന് അവളുടെ ഒപ്പം തന്നെ ഉണ്ടാകാനായി ഹീറോ അവിടുത്തെ തോട്ടക്കാരനായി ജോലി ഏൽക്കുന്നു. അങ്ങനെ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിഷ്ടകാലം ഒരു പ്രായശ്ചിത്തമായി അവിടെ ജോലി ചെയ്ത് ജീവിക്കാനായി ഹീറോ തീരുമാനിക്കുന്നു.
ഹീറോയുടെ ഈ തീരുമാനത്തിൽ ഗേൾഫ്രണ്ടിനും സന്തോഷമാകുന്നു. ആ സീനോടെ അങ്ങനെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയുടെ രണ്ടാം ഭാഗം റിലീസായിട്ടുണ്ട്. ആ സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണ്ടവർ കമന്റ് ചെയ്യൂ. ഈ മൂവിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ സിനിമ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.